സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസമെങ്കിലും ഉച്ചത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന മിക്ക കുട്ടികളും മിക്ക ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് രാവിലെയും ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാവും. നല്ല പയറും കഞ്ഞിയായിരിക്കും കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നെന്നും അതന്നെ കുടിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഇപ്പോഴാണ് ആ ഒരു ഫീലിങ്ങൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം പിന്നെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഉമ്മച്ചി പറയുന്നു നല്ല എന്താ പറയുക, നല്ല ചൂടോടെ ഉച്ച സമയത്ത് ഭക്ഷണം കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഏറ്റിയിട്ട് പോകണമെന്നുള്ള ആ ഒരു ചോദ്യത്തിന് നമ്മൾ എന്താ പറയുക, മിക്കവാറും ഒരു എന്താ പറയുക തെറ്റി സ്കൂളിലേക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ ഭയങ്കര ഒരു ആലോചനയൊക്കെ, എന്താ ഒരു നേരത്തെ ഫുഡ് അവർക്ക് പാക്ക് ചെയ്ത് തന്നാൽ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴല്ലേ നമ്മളെല്ലാം മനസ്സിലാവുന്നത്. ഈ ഒരു നമ്മളെന്തായാലും നമ്മളെ ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് എല്ലാത്തിനും വില അറിയാം കേട്ടോ. കാരണം ഇപ്പം നമ്മൾ എല്ലാം ഈ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പാത്രത്തിലാക്കുന്നത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതായിരിക്കും ചില ദിവസങ്ങളിൽ നമ്മൾ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പേ ഇന്ന ദിവസം ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ മിക്ക ദിവസങ്ങളിലും തട്ടിക്കൂട്ട് പരിപാടികളാണ് കേട്ടോ അധികം രാവിലെ ഉണ്ടാവാറ്. കാരണം കുട്ടികളെ മദ്രസയിൽ അയക്കണം, ബാക്കിയുള്ള പണികൾ വീട്ടിലുള്ളതൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് സ്കൂളിലേക്ക് അയക്കാനുള്ള ഫുഡ്, സ്നാക്സ്, ലഞ്ച് ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അവർ വരുന്ന സമയത്തേക്ക് നമുക്ക് പിന്നെയും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ പിന്നെയും ഉണ്ടാക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്തകൾ നമ്മുടെ എന്താ പറയുക, വീട്ടമ്മമാരായ അമ്മമാർക്ക് കൂടുതലായിട്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയൊന്നും ഉണ്ടാവാറില്ല. കാരണം സ്വന്തം അനുഭവങ്ങളാണല്ലോ നമ്മളെപ്പോഴും ഓർമ്മകളായിട്ട് സൂക്ഷിക്കാറുള്ളത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, പഠിക്കാനും ചില സമയത്ത് എന്തിനാണ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് എന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തോന്നുക അപ്പോഴൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചിരുന്നു ഏതെങ്കിലും ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവും, സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തിയായിട്ടുണ്ടാവും എന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ ബോധം വരുന്നത്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ എന്താ പറയുക, ഒരു മടിയായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴാണ് എന്താണ് ജീവിക്കാനുള്ള സമയത്ത് നമുക്ക് എന്താ പറയുക, അത് ചെയ്യാനൊക്കെ മടിയായിരിക്കും. പക്ഷെ രോഗം വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ, അതേമാതിരി ഇത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ എന്ന് പറയുന്നത്, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അതേമാതിരി എന്താ പറയുക, മടിയില്ലാതെ എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെല്ലാം ആസ്വദിക്കുക എന്നുള്ളതാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം. ഇപ്പോൾ കുട്ടികളാരെങ്കിലും ആണ് ഈ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കാൻ വിടുന്ന സമയത്ത് മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്താ പറയുക, ഒരു സമയത്ത് നമുക്ക് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല കേട്ടോ. അത് എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, തമാശയായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ചിന്ത വരിക കേട്ടോ. എന്നാൽ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇന്നത് ചെയ്യണ്ട, ഇന്നത് ചെയ്യണ്ട, ഇന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കുക, അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കര മഴയും തണുപ്പും ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും അത് ചെയ്തിട്ടില്ലേ നാളെ പണിയാവുമല്ലോ, ഞാൻ തന്നെ ചെയ്ത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അലക്കൽ മെഷീനിലിട്ടാൽ മതി. പക്ഷേ മെഷീനിൽ അലക്കി കഴിയുമ്പോഴത്തേക്കും ഒരു വൈകുന്നേരമാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ കല്ലിൽ വേഗം അലക്കിയെടുക്കും കേട്ടോ. അതൊരു അരമണിക്കൂറിനുള്ളിൽ പണി കഴിയും. അങ്ങനെയൊക്കെ എളുപ്പപ്പണികൾ എന്തൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ വിചാരിക്കുന്നു ചോറ് വെക്കണ്ട, തലേന്നത്തെ ചോറ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിക്കും ഇന്നിപ്പോൾ വൈകുന്നേരം പിന്നെ വെക്കണ്ടേ, എന്തായാലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മടികളും അതോടൊപ്പം തന്നെ പണികളൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. ഇന്നും ഞാൻ എന്താ കറി വെക്കുക എന്നുള്ളൊരു വിചാരം ഇങ്ങനെ ഓരോ തോന്നലും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇടിച്ചക്കയില്ല കടച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചു. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സിന് പുതിയ ബോക്സ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവരെന്നെ എടുത്ത വീഡിയോ ആണ്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് ഉപ്പേരിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവും പൊരിച്ച് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് പിന്നെ ബാക്കി എന്താ പറയുക അലക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ വൈകുന്നേരം ആക്കിയിട്ട് ഞാൻ പിന്നെ അവർ വരുന്നവരെ ഉച്ച വരെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വരുന്നവരെ ഞാൻ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഫോണിൽ നോക്കിയിരിക്കുക, എഡിറ്റിങ്ങോ പിന്നെ സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ അവർ വരുന്ന സമയത്തേക്ക് എണീക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താ പറയുക, ഇതൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. നമ്മുടെ വീഡിയോസിൽ ഞാൻ അധികം സ്കിപ്പ് ചെയ്യാറാണ്, പിന്നെ അധികം മറന്നു പോവും പറയാൻ വേണ്ടിയിട്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഫുള്ളായിരിക്കും. അപ്പോൾ പിന്നെ ഒന്നും പറയാറില്ല. എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടമ്മമാരാകുമ്പോൾ ഇങ്ങനെ ഞാനൊരു എന്താ പറയുക ഒരു വെറുതെ ഇരിക്കുന്ന സമയത്ത് മനസ്സ് ഇടങ്ങേറായിരിക്കുന്ന സമയത്ത് തുടങ്ങിയൊരു യൂട്യൂബാണ് കേട്ടോ ഈ ചാനൽ. യൂട്യൂബിൽ ചാനൽ തുടങ്ങി കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പല ചിന്തകളും ആയിരിക്കുമല്ലോ. വെറുതെ ഇരിക്കുന്ന ഓരോ ടൈമുമാണ് നമുക്ക് ഏറ്റവും എന്താ പറയുക ഡേഞ്ചറായിട്ടുള്ള ടൈം എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ പല ചിന്തകളും ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ടും അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ നോക്കി അവരെന്നെ കൂട്ടിയില്ല അങ്ങനെയൊക്കെ പല ചിന്തകളും ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഓരോക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഓരോ ചിന്തകളായിരിക്കും കേട്ടോ ഓരോ ദിവസം.